ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാനുള്ള ടോപ്പിക് തൈറോയ്ഡ് ഹോർമോൺ സിൻസാണ്. പിന്നെ ഇത് നമ്മളെ വൈവക്ക് മാത്രമല്ല, നമ്മൾ സെക്കൻഡ് ആവറേജിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. വെറും ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിന് പുറമെ ഇത് തൈറോയ്ഡ് ഹോർമോൺ സിൻസ് നല്ലൊരു മെക്കാനിസമാണ്. നമ്മളെ HCl സെക്രീഷനൊക്കെ പഠിച്ച പോലെ നല്ല രസമുള്ളൊരു മെക്കാനിസമാണ്. അപ്പോൾ നോട്ട്സ് വേണ്ടവർക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ പിന്നീട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടലിലേക്ക് പോവാം. മെയിനായിട്ട് ഫസ്റ്റ് ഒരു സ്കെലിട്ടൺ എപ്പോഴും വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒരു സ്കെലിട്ടൺ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതാണ് ഇൻഡസ്ട്രീഷ്യം. ഇത് നമ്മുടെ തൈറോയിഡ് സെല്ല്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോളിക്കുലർ സെൽ എന്ന് വിളിക്കും. മെയിനായിട്ട് ഇതിൽ 6 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് പഠിക്കാം, എന്നിട്ട് മെക്കാനിസത്തിലേക്ക് വരാം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യമുള്ളത് അയോഡൈഡ് ട്രാപ്പിംഗ്. എന്നിട്ട് അയോഡൈഡ് എന്താ? I-. ഇതിനെന്താക്കണം? അയഡിൻ ആക്കണം. സോ കൺവേർഷൻ ഓഫ് അയോഡൈഡ് ടു അയഡിൻ. പിന്നെ തൈറോഗ്ലോബുലിനെ ഉണ്ടാക്കണം. സോ തൈറോഗ്ലോബുലിൻ സിന്തസിസ്. പിന്നെ ഒരു റിയാക്ഷൻ ഉണ്ട്, അതിൻ്റെ പേര് കപ്ലിംഗ് റിയാക്ഷൻ. നമുക്ക് അങ്ങോട്ടേക്ക് വരാം. പിന്നെ ഉള്ളത് ഈ തൈറോഗ്ലോബുലിൻ നമ്മൾ എന്ത് ചെയ്യും? പ്രോട്ടിയോലൈസിസ് ഓഫ് തൈറോഗ്ലോബുലിൻ. എന്നിട്ടോ ഈ തൈറോഗ്ലോബുലിൻ പ്രോട്ടിയോലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ കിട്ടുന്നത്. അതിനെന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യും. ഓക്കെ, സോ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്. സോ നമുക്ക് മെക്കാനിസത്തിലേക്ക് വരാം. ഫസ്റ്റ് ഇതെന്താ? അയോഡൈഡ് ട്രാപ്പിംഗ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പമ്പ്, അതിനെ അയോഡൈഡ് പമ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അയോഡൈഡിനെയും അതേപോലെ തന്നെ സോഡിയത്തിനെയും ഒരുമിച്ചാണ് ഇതിൻ്റെ ഉള്ളോട്ട് പോകുക. അപ്പോൾ അയോഡൈഡ് ഇവിടുന്ന് എന്താവും? ഇങ്ങോട്ട് വരും. ഓക്കെ, അയോഡൈഡ് സോഡിയം. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോഡിയം അയോഡൈഡ് സിമ്പോർട്ടർ, അല്ലെങ്കിലോ കോ ട്രാൻസ്പോർട്ടർ. ഓക്കെ ആണോ? കോ ട്രാൻസ്പോർട്ടർ, അതായത് സോഡിയം ഉള്ളോട്ട് വന്നു, അയോഡിൻ ഉള്ളോട്ട് വന്നു, അപ്പോൾ ഒരുമിച്ചല്ലേ വരുന്നത്. അതുകൊണ്ടാണെന്ത്? സോഡിയം അയോഡൈഡ് സിമ്പോർട്ടർ അല്ലേ. ഇനി ഇത് ഞാൻ നിങ്ങൾക്കൊരു വാല്യൂ പറഞ്ഞുതരാം. അതായത് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, തൈറോയ്ഡ് സെല്ലിന് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -50 mV. ഉള്ളിലേക്ക് കയറുന്ന ആളാരാ? അയഡിൻ. അതിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു എനർജീൻ്റെ ആവശ്യം ഉണ്ടാവും ഉള്ളോട്ട് പോകാൻ. അപ്പോൾ ഇതെന്താണ്? ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. എനർജി ഉണ്ടെങ്കിലേ ഉള്ളോട്ട് പോകാൻ പറ്റും. ഓൾറെഡി ഇതിൽ അയഡിൻ കോൺസെൻട്രേഷൻ കൊണ്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും കാരണമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് ഗ്രേഡിയൻറ്റും ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആവാൻ ഉള്ളതിൻ്റെ കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. പിന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അയോഡൈഡ് പമ്പ് എന്നും വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആ എനർജി കൊടുക്കുന്ന ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും എനർജി കൊടുക്കുന്നവരാ? സോഡിയം പൊട്ടാസ്യം ATPase. അപ്പോൾ സോഡിയം പൊട്ടാസ്യം ATPase എനർജിക്ക് ആളെ. ഓക്കെ, ഇനി എന്താ? അപ്പോൾ അടുത്തത് കൺവേർഷൻ ഓഫ് അയോഡൈഡ് ടു അയോഡിൻ. അപ്പോൾ ഈ അയോഡിൻ എന്താക്കണം? ഈ അയോഡിനെ ഇവിടുന്ന് പുറത്തോട്ട് എത്തിച്ച് അതേസമയം തന്നെ ഇതിന് ക്ലോറൈഡ് ഉള്ളോട്ട് വരും. ഇതിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേരാണ് പെൻഡ്രിൻ. ഓക്കെ, പെൻഡ്രിൻ. ഈ അയോഡൈഡിനെ ഇനി എന്താക്കി മാറ്റണം? അയോഡിനാക്കി മാറ്റണം. ഓക്കെ, അതിന് സഹായിക്കുന്ന എൻസൈം പെറോക്സിഡേസ്. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞത്? തൈറോഗ്ലോബുലിൻ സിന്തസിസ്. തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കുന്ന ആളാണ് ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിൽ നിന്ന് എന്തിനുണ്ടാക്കും? തൈറോഗ്ലോബിനെ ഉണ്ടാക്കി അതിനെ പാക്ക് ചെയ്യുന്ന ആളാണ് ആര്? ഗോളി. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ആളാണ് ആര്? തൈറോഗ്ലോബുലിൻ. ഈ തൈറോഗ്ലോബുലിനെ എക്സോസൈറ്റോസിസ് വഴി എന്താക്കും? പുറത്തെത്തിക്കും. എക്സോസൈറ്റോസിസ് വഴി തൈറോഗ്ലോബിൻ പുറത്തെത്തും. ഓക്കെ ആണോ? ഈ അയോഡിനും ഈ തൈറോഗ്ലോബുലിനും കൂടി എങ്ങോട്ടേക്ക് വരും? ഒരു കൊളോയിഡൽ ഫോമിലേക്ക് മാറും. ഓക്കെ, എന്ത് ഫോമിൽ? കൊളോയിഡൽ ഫോമിലേക്ക് മാറും. റെഡിയാണോ? ഇതാണെന്ത്? കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ ഈ TGയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും? മോണോ അയോഡോതൈറോണിൻ, ഡൈ അയോഡോതൈറോണിൻ, ട്രൈ അയോഡോതൈറോണിൻ, റിവേഴ്സ്ഡ് T3, T4, ഇത്രയും സാധനം ഉണ്ടാവും. ഈ സാധനം ഇനി തിരിച്ച് ഉള്ളിലേക്ക് പോകും. ഓക്കെ, തിരിച്ച് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിനെ നമുക്ക് എൻഡോസൈറ്റോസിസ് അല്ലെങ്കിൽ പീനോസൈറ്റോസിസ് എന്ന് പറയാം. ഓക്കെ, ആ ഉള്ളിലേക്ക് എത്തിയ കൊളോയിഡിനെ എന്ത് ചെയ്യും? കൊളോയിഡിനെ പ്രോട്ടിയേസ് എന്ത് ചെയ്യും? തിരിച്ച് T3, T4, ബാക്കി എന്തൊക്കെ?
DIT-MIT അല്ലേ, അതിനെപ്പറ്റി ഞാൻ വരാം കേട്ടോ. DIT-MIT അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ T3 T4 എന്ത് ചെയ്യണം? ഇനി നമുക്ക് സർക്കുലേഷനിലേക്ക് തന്നെ തിരിച്ചു വരണം. T3 T4 RT3 ഇതൊക്കെ നമ്മളെ സർക്കുലേഷനിലേക്ക് തിരിച്ചു വരും. ഓക്കെ, RT3. അപ്പോൾ ഇത്രയാണ് മെക്കാനിസം. എന്തൊക്കെ സംഭവിച്ചു? അയഡൈഡും സോഡിയവും ഉള്ളോട്ട് കയറി, അതിനുവേണ്ടി എനർജിക്ക് വേണ്ടി സോഡിയം പൊട്ടാസ്യം ATPase ഉപയോഗിച്ചു. അയഡൈഡിനെ അയോഡിനാക്കി മാറ്റി, ആരെ ഹെൽപ്പിൽ? പെറോക്സിഡേസിൻ്റെ ഹെൽപ്പിൽ അയോഡിനാക്കി മാറ്റി. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആരുണ്ടാക്കി? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാക്കി, ഗോൾഗി അപ്പാരറ്റസ് പാക്ക് ചെയ്ത് എന്തുണ്ടാക്കി? തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കി. അതിനെ എക്സോസൈറ്റോസ് വഴി പുറത്തെത്തിച്ചു. ആ തൈറോഗ്ലോബുലിനും അയഡിനും കൂടി എന്ത് സംഭവിച്ചു? കപ്ലിംഗ് റിയാക്ഷൻ വഴി തൈറോഗ്ലോബുലിൻ്റെ ഒരു കൊളോയിഡായി. അതിൽ നിന്ന് MIT, DIT, T3, RT3, T4 ഇത്രയും ഉള്ള ഒരു കൊളോയിഡൽ സംഭവം നമ്മുടെ സെല്ലിൻ്റെ ഉള്ളോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടുന്ന് പ്രോട്ടീസിൻ്റെ ഹെൽപ്പിൽ അതൊക്കെ പിന്നെ എന്തായി? സ്പ്ലിറ്റായി. എന്നിട്ട് അതിൽ നിന്ന് T4, T3, RT3 ഇത്രയും സാധനം മാത്രം എന്തായി? നമ്മുടെ സർക്കുലേഷനിൽ തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ ബാക്കി ഇനി ഒരു ചെറിയ സംഭവം കൂടി ബാക്കിയുണ്ട്. എന്ത്? ഇതിൽ ഉണ്ടായൊരു DIT ആയിക്കോട്ടെ, MIT ആയിക്കോട്ടെ, ഇതിന് ഡീഅയഡിനേഷൻ സംഭവിക്കും. ഡീഅയഡിനേഷൻ സംഭവിച്ചാൽ ഇവിടെ ഒരു അയഡൈഡ് ഫ്രീ ആവില്ലേ? ഈ അയഡൈഡ് ഇവിടത്തേക്ക് വരും, ഈ അയഡൈഡ് തിരിച്ചു വരും. ആ അയഡൈഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഫർദറായിട്ട് ബാക്കിയുള്ള തൈറോയ്ഡ് ഹോർമോൺ സിൻസിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഡീഅയഡിനേഷൻ വഴി കിട്ടുന്ന അയഡിൻ യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഈ DIT, MIT എന്ത് ചെയ്യാത്തത്? പുറത്തോട്ട് വരാത്തത്. ഇത്രയാണ് മെക്കാനിസം. ഈ മെക്കാനിസം എന്തായിരിക്കും? ഈ മെക്കാനിസം ജസ്റ്റ് വരച്ച് പഠിച്ചാൽ മതി. സിമ്പിൾ മെക്കാനിസമാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ മയക്കണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്കിതിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സോഡിയം അയഡൈഡ് സിംബോർഡർ ഉണ്ടല്ലോ, ഇത് എന്തിന് കാരണമാകും? ഉള്ളിലെ അയഡൈഡ് ഇതിൻ്റെ പുറത്തതിനേക്കാൾ ഒരു 20 to 40 ടൈംസ് കൂടുതലാകും കാരണം. ഓക്കെ അല്ലേ? ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ഹോർമോൺ എന്തിന് ഇൻഡ്യൂസ് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു തൈറോസൈറ്റ്സിൻ്റെ മുകളിൽ, ഈ ബേസോ ലാറ്ററൽ മെംബ്രെയിൻ ഓഫ് തൈറോസൈറ്റ്സിൻ്റെ മുകളിൽ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാവണമെങ്കിൽ, ഇതിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു ഹോർമോണാണ്. ആ ഹോർമോണാണ് TSH. ഓക്കെ ആണോ? നമ്മളെ ഈ തൈറോയിഡ് സെല്ലിൻ്റെ ഇതിൽ മാത്രമല്ല എന്ത് അയോഡൈഡിനെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അയോഡൈഡിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില സെല്ലുകളോ ഗ്ലാൻഡുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് സലൈവറി ഗ്ലാൻഡ്, പിന്നെ പ്ലാസൻറ്റ, പിന്നെ മാമറി ഗ്ലാൻഡ്, പിന്നെന്താ ഗ്യാസ്ട്രിക് മ്യൂക്കോസ, ഇതിലൊക്കെ അയോഡൈഡിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ആ ട്രാപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ഫംഗ്ഷൻ എന്തല്ല, തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാനുള്ള ഫംഗ്ഷൻ എന്നല്ല, പക്ഷേ അതിൽ അയോഡൈഡ് ട്രാപ്പിംഗ് ഉണ്ട്. ഈ അയോഡൈഡിനെ കൊണ്ടുപോയിട്ട് അയോഡിനാക്കുന്ന ഒരു പരിപാടിയില്ലേ, അയോഡൈഡിനെ കൊണ്ടുപോയിട്ട് അയോഡിനാക്കുന്ന പരിപാടിൻ്റെ പേരാണ് ഓർഗാനിഫിക്കേഷൻ. എന്ത്? ഓർഗാനിഫിക്കേഷൻ ഓഫ് അയോഡിൻ. റെഡി അല്ലേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന, ഓർഗാനിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആരാ? തൈറോയിഡ് പെറോക്സിഡേസ്. തൈറോയിഡ് പെറോക്സിഡേസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2 ക്ലിനിക്കൽ സിൻഡ്രോം പഠിക്കാനുണ്ട്. ഈ സോഡിയം അയോഡൈഡ് സിംബോർഡർ എന്തെങ്കിലും പ്രശ്നം വരുന്ന ഒരു ഡെഫിഷ്യൻസി. ഇപ്പോൾ സോഡിയം അയോഡൈഡ് സിംബോർഡർ ഡെഫിഷ്യൻസി അതൊരു ഓട്ടോസോമൽ റെസീവ് ഡിസോർഡറാണ്. അത് കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡ്സിന് കാരണമാവും. എന്ത്? കോൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡ്സ്. ഈ ഒരു സാധനത്തിന് സോഡിയം അയോഡൈഡ് സിംബോർഡറിൻ്റെ ഡെഫിഷ്യൻസി കാരണം. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അയോഡിൻ ക്ലോറിൻ കൂടെ ഇതിന് സഹായിക്കുന്ന ആളാരാ? പെൻഡ്രിൻ. അപ്പോൾ അതിൻ്റെ ജീനിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അപ്പോഴും ഒരു ക്ലിനിക്കൽ സിൻഡ്രോം വരാറുണ്ട്. അതിൻ്റെ പേരാണെന്ത്? പെൻഡേഡ് സിൻഡ്രോം. സിമ്പിൾ അല്ലേ? പെൻഡ്രിനായിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. പെൻഡേഡ്. അപ്പോൾ പെൻഡ്രിൻ ജീൻ്റെ പ്രശ്നമാണത്.
പെൻഡ്രിൻ ജീൻ അതെന്താവും മ്യൂട്ടേറ്റ് ആവും. ഇപ്പോൾ മ്യൂട്ടേഷൻ ഓഫ് പെൻഡ്രിൻ ജീൻ എന്ത് കാരണമാവും പെൻഡോയിഡ് സിൻഡ്രോം. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് വെച്ചാൽ ഈ ഒരു ഓർഗാനിഫിക്കേഷൻ ഓഫ് അയഡിൻ നടക്കുമോ ഇല്ല. അതേപോലെ തന്നെ എന്തുണ്ടാവും ഗോയിറ്റർ ഉണ്ടാവും. പിന്നെ സെൻസറി ന്യൂറൽ ഡെഫ്നെസ്. സെൻസറി ന്യൂറൽ ഡെഫ്നെസ് പറഞ്ഞാൽ ഒന്നുമില്ല, കേൾവി പോവും. അതിന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് വിളിക്കാറുണ്ട്. നോർമലി അത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഭയങ്കര സൗണ്ട് കൊണ്ടൊക്കെ നമ്മളെ കേൾവി പോകുന്ന അതുപോലത്തെ ഒരു രോഗമാണ്. പക്ഷേ ഇതിൽ പെൻഡോയിഡ് സിൻഡ്രോം ഉള്ള ആൾക്കാർക്കും ഇതെന്തായിട്ടുണ്ട് ക്യാരക്ടറൈസ്ഡ് ആയിട്ട് വരാറുണ്ട്. ദെൻ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന തൈറോഗ്ലോബുലിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൈറോഗ്ലോബുലിൻ അതെന്താണ്? ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. അതിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. 2 സബ് യൂണിറ്റും പിന്നെ ഒരു 123 123 ടൈറോസിൻ റെസിഡ്യൂസ് അടങ്ങുന്നൊരു സാധനമാണ് എന്ത് തൈറോഗ്ലോബുലിൻ. അത് ഉണ്ടാക്കുന്നത് ഈ തൈറോഗ്ലോബുലിൻ എവിടെ ഉണ്ടാക്കുക? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഉണ്ടാക്കും. അതിനെ മോഡിഫൈ ചെയ്യുന്ന ഗോൾഗി അപ്പാരറ്റസ്. റെഡിയല്ലേ? എന്നിട്ട് അത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് എക്സോസൈറ്റോസ് വഴി. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളും തൈറോയിഡ്. എക്സോസൈറ്റോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ തൈറോയിഡ് പെറോക്സിഡേസ്. സെയിം ആണ്, പഠിക്കാൻ സുഖം, എല്ലാത്തിലും ഒരേ എൻസൈമാണ് തൈറോയിഡ് പെറോക്സിഡേസ്. റെഡിയല്ലേ? ഇനി ഈ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന എവിടെയാണ്? ഈ തൈറോഗ്ലോബുലിനാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും എപ്പോൾ വരെ പ്രോട്ടിയസ് വന്ന് ആക്ട് ചെയ്ത് അതിനെ സെക്രീറ്റ് ചെയ്യുന്നവരെ തൈറോഗ്ലോബുലിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്തുള്ളത് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ വരുന്നത് ഈ കപ്ലിംഗ് റിയാക്ഷനിലേക്കാണ്. ഇനി കപ്ലിംഗ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? അയോഡിൻ ആദ്യം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? തൈറോസിനായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ടോ തൈറോഗ്ലോബുലിനായിട്ട് ബൈൻഡ് ചെയ്യും. അറ്റാച്ച് ചെയ്യുന്ന പൊസിഷൻ 3ാമത്തെ പൊസിഷൻ കേട്ടോ. 3ാമത്തെ പൊസിഷനിലേക്ക് അറ്റാച്ച് ചെയ്താൽ ഫസ്റ്റ് കിട്ടുവരാ മോണോ അയഡോ തൈറോസിൻ. അപ്പോൾ അടുത്ത അയഡിൻ വരണം. അടുത്ത അയഡിൻ വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? 5ാമത്തെ പൊസിഷനിൽ. 5ാമത്തെ പൊസിഷനിൽ അറ്റാച്ച് ചെയ്ത് എന്ത് കിട്ടും? ഡൈ അയഡോ തൈറോസിൻ. ഇപ്പോൾ ഇത്രയായോ? ഇപ്പോൾ ആരൊക്കെ ഉണ്ടായി? മോണോ അയഡോ തൈറോസിൻ ഉണ്ടായി, ഡൈ അയഡോ തൈറോസിനും ഉണ്ടായി. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് മോണോ അയഡോ തൈറോസിൻ ഉണ്ടാകുമ്പോൾ അയോഡിനും തൈറോസിനും പിന്നെ തൈറോഗ്ലോബുലിനും 3rd പൊസിഷനിൽ അല്ലേ? അപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആരാ? തൈറോയിഡ് പെറോക്സിഡേസ്. ഈ എൻസൈം മറന്നു കൊടുത്തു കേട്ടോ. ആരാ? തൈറോയിഡ് പെറോക്സിഡേസ്. ഓക്കെ, ഇനിയുള്ളതാണ് ഇപ്പോൾ രണ്ട് ഡൈ അയഡോ തൈറോസിൻ വരാമെന്ന് വിചാരിക്കും. അതിന് ഓക്സിഡേറ്റീവ് കണ്ടൻസേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുക? ടെട്രാ അയഡോ തൈറോക്സിൻ. ടെട്രാ അയഡോ തൈറോൺ അല്ലെങ്കിൽ തൈറോക്സിൻ. റെഡിയല്ലേ? തൈറോക്സിൻ ഉണ്ടാവണമെങ്കിൽ 2 ഡയഡോ തൈറോൺ എന്താവണം? ഓക്സിഡേറ്റീവ് കണ്ടൻസേഷൻ നടക്കണം. ഇനി ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് 2 തിയറി പറയുന്നുണ്ട്. ഒന്ന് ഇൻട്രാമോളിക്കുലർ തിയറിയും ഒന്ന് ഇന്റർമോളിക്കുലർ തിയറിയും. അതിൽ ഇൻട്രാമോളിക്കുലർ തിയറി പറയുന്നത് വെച്ചാൽ ഈ കപ്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 2 ഡയഡോ തൈറോണിനും ആരുമായിട്ട് ബൈൻഡ് ചെയ്തുള്ളത്? ലൈക്ക് ഇപ്പോൾ തൈറോഗ്ലോബുലിനായിട്ട് ബൈൻഡ് ചെയ്ത് തന്നെയാണ് ഉള്ളത്. അതാണ് ഇൻട്രാമോളിക്കുലർ കപ്ലിംഗ് തിയറി പറയുന്നത്. അതേ സ്ഥാനത്ത് ഇന്റർമോളിക്കുലർ ആകുമ്പോൾ എന്തായിരിക്കും? ഡയഡോ തൈറോണിൻ ആരുമായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? തൈറോഗ്ലോബുലിനായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സിമ്പിൾ ആണ് തിയറി. ഓക്കെ, ഇനി ഈ കപ്ലിംഗ് റിയാക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കും? ഇത്രയും നേരം പറഞ്ഞ സെയിം ആൾ. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ തൈറോയിഡ് പെറോക്സിഡേസ്. സെയിം എൻസൈം എല്ലായിടത്തിലും. ഓക്കെ, ഇനി എന്താ പറഞ്ഞു തരാണല്ലേ? ഇപ്പോൾ കണ്ടൻസേഷൻ. ഇനി ബാക്കിയുള്ള ഹോർമോൺസ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാണല്ലോ. ഇപ്പോൾ T4 ഉണ്ടായി, MIT ഉണ്ടാകുന്ന പഠിച്ചു, DIT ഉണ്ടാകുന്ന പഠിച്ചു. ഇനി MITയും DITയും കണ്ടൻസേഷൻ സംഭവിച്ചെന്ന് കിട്ടും? T3 കിട്ടും. ഇപ്പോൾ ഇയാൾ തിരിഞ്ഞാലോ? അതായത് ഫസ്റ്റ് DITയും പിന്നെ MIT വന്നാലോ? RT3 കിട്ടും. റിവേഴ്സ് ട്രയഡോ തൈറോണിൻ. ഓക്കെ അല്ലേ? പക്ഷെ ഇതുണ്ടാകുന്നത് ഭയങ്കര കുറവായി കിട്ടോ. വെരി മൈനർ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാകുന്നുള്ളൂ. വെരി മൈനർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഏറ്റവും ഫൈനലായിട്ടുള്ള എന്താ? ഇതിനെന്ത് ചെയ്യണം? ഇനി പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് എൻഡോസൈറ്റോസ് വഴി എന്ത് ചെയ്യും? ഈ കൊളോയിഡിനെ ഉള്ളോട്ട് കയറ്റി അതിനുശേഷം ലൈസോസോമൽ എൻസൈമായിട്ടുള്ള പ്രോട്ടിയസ് ഇതിനെ എന്ത് ചെയ്യും? പ്രോട്ടിയോളിസ് ഓഫ് തൈറോഗ്ലോബുലിൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T4, T3, DIT, MIT. എവിടെ? ഇതിൻ്റെ സൈറ്റോപ്ലാസ് കിട്ടി. ഇനി ഈ T3യും T4 എന്തായി? ജനറൽ സർക്കുലേഷനിലേക്ക് വന്നു. ബാക്കിയോ? ഈ 2 സാധനങ്ങൾ എന്ത് ചെയ്യും?
ഡീഅയോഡിനേറ്റ് ആവും. എന്നിട്ടോ ഈ ഗ്ലാൻഡ് റീയൂട്ടിലൈസ് ചെയ്യും. എന്തിന്? ഫർദർ സിന്തസിന്. പക്ഷേ ഇതിൽ മെയിനായിട്ട് അറിയേണ്ട ഒരു സംഭവം, അങ്ങനെ ഫർദർ സിന്തസിന് വേണ്ടിയിട്ട് ഡീഅയോഡിനേറ്റ് ചെയ്യില്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫർദർ സിന്തസിന് വേണ്ടി ഡീഅയോഡിനേറ്റ് ചെയ്ത് കിട്ടുന്ന അയോഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് എന്ത്? നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചെന്താ? സോഡിയം അയോഡൈഡ് സിംബോട്ടർ വഴിയല്ല അയോഡൈഡ് കിട്ടുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റിനേക്കാണ് കൂടുതൽ ആര് വഴിയാണ് കിട്ടുക അറിയോ? ഈ ഡീഅയോഡിനേറ്റ് ചെയ്ത് കിട്ടുന്ന അയോഡൈഡിൻ്റെ ക്വാണ്ടിറ്റി ആയിരിക്കും സോഡിയം അയോഡൈഡ് സിംബോട്ടറിനേക്കാണ് കൂടുതൽ ഉണ്ടാവുക. ഇത്ര ഓക്കെ ആണോ? ഈ ഇനിയിപ്പം മെയിനായിട്ട് ഇനി എന്താ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി തൈറോയിഡ് സെല്ലിനാകെ 3 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ഒന്നെന്തല്ല? അക്കുമുലേറ്റ് അയോഡൈഡ്. ഒന്ന് അയോഡൈഡിനെ കയറ്റണം, രണ്ടാമത് തൈറോഗ്ലോബുലിൻ ഉണ്ടാക്കണം, അതിനെങ്ങോട്ട് കൊളോയിഡിലേക്ക് എന്ത് ചെയ്യണം? സെക്രീറ്റ് ചെയ്യണം. എന്നിട്ടോ ആ കൊളോയിഡിനെ എന്ത് ചെയ്യണം? ആ കൊളോയിഡിനെ ഡൈജസ്റ്റ് ചെയ്യണം. എന്നിട്ട് തൈറോയ്ഡ് ഹോർമോണിനെ ഫ്രീ ആക്കണം, അതിനെ സർക്കുലേഷനിലേക്ക് കൊണ്ടുപോകും. സോ മെയിനായിട്ട് മെക്കാനിസം എന്ന് പറയാൻ സിന്തസിൽ ഇത്രയേ ഉള്ളൂ. നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. താങ്ക് യു.